നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയും, ഓഗസ്റ്റ് മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട 2 കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മുടെ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം കഴിഞ്ഞ ആഴ്ചയോടുകൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട്. പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും ജൂലൈ മാസത്തിൽ പെൻഷൻ അക്കൗണ്ടുകളിലും പിന്നീട് കൈകളിലും പണം എത്തിയിട്ടുണ്ട്. ജൂലൈ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ്. നമുക്കറിയാം, ഈ മാസത്തിലാണ് ഓണം വരുന്നത്. ഓണത്തിന് 2 മാസത്തെ പെൻഷൻ വിതരണമായിരിക്കും സർക്കാർ നടത്തുക എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെയും സെപ്റ്റംബർ മാസത്തിലെയും പെൻഷൻ മുൻകൂറായി തന്നെ 22-ാം തീയതിക്ക് മുമ്പ് തന്നെ പണം അക്കൗണ്ടിൽ എത്തുന്ന രീതിയിലായിരിക്കും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം മുതൽ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് മസ്റ്ററിങ്ങിന് ബാക്കിയുള്ളത്. കഴിഞ്ഞ മാസം അവസാനം തുടങ്ങിയ മസ്റ്ററിങ് ഇതുവരെയും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നാടുകളിൽ ഇപ്പോൾ വെള്ളപ്പൊക്കവും അതുമൂലമുണ്ടാകുന്ന കറണ്ട് കട്ടുകളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ് ചെയ്യാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സമയങ്ങളിലും അക്ഷയ കേന്ദ്രം നല്ല തിരക്ക് കുറവുമുണ്ട്. ഈ ഒരു സമയം പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ, CSC കേന്ദ്രങ്ങൾ ഇവയിലൊന്നും നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് മസ്റ്ററിങ് ചെയ്യാൻ സർക്കാർ അവസരം നൽകിയിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ ചെല്ലുക, അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ക്യാമ്പുകളിലുമായി നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇങ്ങനെ മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് ക്ഷേമനിധി പെൻഷനുകളുണ്ട്. ഇങ്ങനെ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് പിന്നീട് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇക്കാര്യം നമ്മുടെ വീടുകളിലുള്ള മറ്റാളുകൾക്ക് ഉപകാരമാകാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് കൂടി നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം. കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. ഇങ്ങനെ അപ്രൂവലായി പെൻഷൻ ലഭിക്കാത്ത ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള അപ്രൂവലായ ആളുകളും നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കണം. ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് പെൻഷൻ അപേക്ഷിച്ച ആളുകൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആരെല്ലാമാണ് മസ്റ്ററിങ് ചെയ്യാനുള്ളത്, മസ്റ്ററിങ് ചെയ്ത ആളുകൾ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആരെല്ലാമാണ് നൽകേണ്ടത്, വിധവാ പെൻഷൻ നൽകുന്ന ആളുകൾ അത് എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലം ഇനി എപ്പോഴാണ് നൽകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യാൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ പെൻഷൻ ID, അതുമല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതിലേതെങ്കിലും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെൻഷൻ്റെ വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്കും അവിടെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. മസ്റ്ററിങ്ങിൻ്റെ കാലാവധി അവിടെ നീട്ടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.